നമ്മുടെ ബാസുവിടെ പരിപാടിക്കാം പ്ലീസ്. നിറഞ്ഞ കൈഡിയൊക്കെ നിങ്ങൾ സ്നേഹമാണ്. ഒരു നല്ലൊരു കൈഡിയൊക്കെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ശരി, ഞാൻ 1 2 3 ഒന്നുകൂടെ പോവാം ഒരുമിച്ച്. ആരും ready? 1 2 3 start. Make some noise. Once more, make some noise. Thank you so much. Welcome bro. നമ്മുടെ ഉടനിക്കാലേക്ക് സ്വാഗതം. താങ്ക് യു മിയ. വളരെ സന്തോഷം മിയ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. സ്വാഗതം. അപ്പോൾ രണ്ടുപേരും നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ BJP കുന്നത്തൂർ മണ്ഡലം പ്രസിഡന്റ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടാണ് സംസാരിക്കാനായിട്ട് പ്ലീസ്. സംസാരിക്കാനായിട്ട് സ്റ്റേജ് വേദിയിൽ സ്വാഗതം. പിന്നെ നമുക്ക് അടുത്ത ഇനി ഇദ്ദേഹത്തിന് അത്ര പവർ എനിക്ക് വരില്ല എങ്കിൽ പോലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ റെഡി? ആരെ റെഡി? 1 2 3 start. കാർത്തിക് സൂര്യ make some noise. കാർത്തിക് സൂര്യ. Once more. 1 2 3 4. We are കാർത്തിക് സൂര്യ. Thank you so much everybody. Thank you so much for your support. നിങ്ങളുടെ നിറഞ്ഞ ഈ ഒരു സപ്പോർട്ടിന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിനി ഓവർ ടു നമ്മൾ ആദ്യം തന്നെ എനിക്ക് ഹസീന വേണം നിങ്ങൾ രണ്ടുപേരോട് ഒരു കാര്യം പറയാനുള്ളത്. നമ്മൾ 13ാമത്തെ വയസ്സിൽ നമ്മളെന്താ കണ്ട ക്രിക്കറ്റ് കളിക്കാൻ പോകും. മെയ് ആണെങ്കിൽ നമ്മൾ പണ്ടെന്തെങ്കിലും അതൊക്കെ കളിച്ചോണ്ടിരിക്കും. 13ാമത്തെ വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താണ് വേണം. അപ്പോൾ എല്ലാവരോടും ചേർന്ന് ഇതാണ് ഞാൻ ആ പറഞ്ഞ താരം, ഇന്നിവിടെ കൂടെയുള്ള താരങ്ങൾ രണ്ടുപേര് നമുക്ക് നിറഞ്ഞ കൈ കൊടുക്കാം പ്ലീസ്. കം ഓൺ. അപ്പോൾ 2 വാക്ക് സംസാരിക്കണം, 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കണം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. എല്ലാവരും എന്നെ പോലും വന്നത് വളരെ സന്തോഷമാണ്. എനിക്കിത് വിജയകരമാക്കി തരണം. സന്തോഷം. അപ്പൊ നമ്മളിനി ഓൾമോസ്റ്റ് നമുക്ക് ഇവരിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വെള്ള ഷർട്ട്. അപ്പൊ ഈ ഇത്താടെ കൂടെ ഇടവും വലവുമായിട്ട് എപ്പോഴും വളരെ വ്യക്തിയാണ്. ഒന്ന് വരുമോ? രണ്ടുപേരും ഫ്രണ്ടിലേക്ക് വരുമോ പ്ലീസ്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിറഞ്ഞ കയറി കൊടുക്കണം. നിറഞ്ഞ കയറി കൊടുക്കണം. ഇന്ന് മീയും അതുപോലെ തന്നെ കാർത്തിക് ഇവിടെ എത്താൻ കാരണം നമ്മളെല്ലാം പ്രൗഢ ഗംഭീരമായിട്ടുള്ള വേദിയിൽ ഇരിക്കാനും നിങ്ങൾക്ക് 50,000 ക്യാഷ് ലഭിക്കാനുള്ള കാരണം ഈ നിൽക്കുന്ന 2 ആൾക്കാരൊപ്പം തന്നെ ഇവരുടെ കൂടെ എപ്പോഴും നടത്തുവാനായിട്ടുള്ള നമ്മുടെ നജുദിനിക്കാണ്, അതിന്റെ ജീവമാണ്. അദ്ദേഹം കൂടെ നമ്മുടെ ജോയിൻ ചെയ്തിട്ടുണ്ടപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഓവർ ടു മിയയുടെ 2 വാക്കുകളിലേക്ക് പോകാം. അതിനുശേഷം മിയയ്ക്ക് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. അത് ഓർമ്മയുണ്ടെന്ന് പറയണം കേട്ടോ. അതിനുശേഷം നമുക്ക് ലക്കിഡായിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഒരു ഫാമിലി നിന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ഇനാഗ്രേഷനായിട്ട്. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. സുഖാണോ? എന്റെ പൊന്നോ, ഈ നല്ല വെയിലത്ത് ഇത്രയും എനർജി അത് ഭരണിക്കാവിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണോ? ഇല്ലല്ല, നാടിനെ നല്ലപോലെ സ്നേഹിതരാണല്ലേ. ഭരണിക്കാവെന്ന് പറയുമ്പോഴേ എന്താ അല്ലേ ഇതിന്റെ ഒരു പവറ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഭരണിക്കാവിലേക്ക് ഒരു പരിപാടിക്കായിട്ട് വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഭരണിക്കാവിന്റെ ഓൾറെഡി എന്താ പറയുന്നത് അതിന്റെ ഒരു പെരുമ ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സിറ്റി വെഡ്ഡിങ്സ് ഇന്ന് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ ചേച്ചി ഇവിടെ ഒരു 14 years മുതൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അത് ഒരുപാട് പേർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ലോക്കലായിട്ടുള്ള അല്ലേ ആളുകൾക്ക് തന്നെ ജോലിയും അവസരങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു എന്താ പറയുന്നത് ഒരു സാമൂഹ്യ സേവനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 1000 പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കുടുംബങ്ങളിലേക്കാണ് ആ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ചേച്ചി തുടക്കം ഇട്ടിരിക്കുന്നത്. അത് സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല രീതിയിലേക്ക് അത് വരട്ടെ. ഈ പറയുന്ന 1000 കുടുംബങ്ങളിലെയും ഇവിടെ വന്നു പോകുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ചേച്ചിക്കും കുടുംബത്തിനും ഈ ഒരു സിറ്റി വെഡ്ഡിങ്സിന്റെ ഒപ്പം ഉണ്ടാവും. ഒരുപാട് സന്തോഷം. ഭരണിക്കാവിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ ഇതുപോലൊരു നല്ലൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വരാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. പിന്നെ ഇത്രയും എനർജി ഉള്ള ആൾക്കാരെയോ നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ നിങ്ങള്. സൂപ്പർ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ സംസാരിക്കാം. സംസാരിക്കുമല്ല, നമ്മൾ ഡാൻസിലൂടെ കാണിക്കുന്നത്.
ഡാൻസിലൂടെ കാണിക്കുമല്ലോ, വലിയ സംസാരിക്കുമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇവരുടെ രണ്ടുപേരും കഥകൾ നമ്മൾ കേട്ടു. പക്ഷേ ഇവിടെ ഒരാൾ ജോലിക്ക് വന്നപ്പോൾ അത് കാർത്തിക് സൂര്യക്ക് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ബ്ലോഗിൽ. ഒരു മോളും അമ്മയ്ക്കും വന്ന് ജോലിക്ക് ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞു. മകൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ രണ്ടുപേർക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ടാഗ്ലൈൻ. എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളതാണ് ഈ നമ്മുടെ ഷോപ്പിന്റെ ടാഗ്ലൈൻ. എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ പോകും. അപ്പൊ ഇനി ആരാണ് പറയുന്നത് സംസാരിക്കുന്നത്? പറഞ്ഞോ, ഉറക്കെ ഹലോ ഭരണികാവേ. ഓക്കെ, ഇത് എന്റെ കയ്യിലിരിക്കുകയാണ്. ഇത് ആർക്കാ വേണ്ടത്? ഞാൻ പൊക്കിയതാ. മറ്റേ ഈ സായിപ്പന്മാരൊക്കെ ഒരു പരിപാടിയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഈ പൂ പിറകിലോട്ട് പൊമ്പിളറിയും. അപ്പൊ പിടിക്കുന്ന ആരുടെയാണ് അവരുടെ കല്യാണം നടക്കുക. എന്തായാലും ഇപ്പൊ ഇവിടെ ആരുടെ കല്യാണം നടത്താൻ എങ്ങനെ പോട്ട് സായിപ്പന്മാർ ഇളക്കൂല, നമ്മൾ ഇളക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത് ഞാൻ തിരിഞ്ഞവരിടാം. ആരാണോ പിടിക്കുന്നത് അവർക്ക് 2000 രൂപ തരും. അഖിലേഷ് 2000 രൂപ എടുത്ത് വെച്ചല്ലേ പിള്ളേർ ഇടിക്കും. ഓക്കെ, 1 2 3. ഓ പൊന്നെ, ആ പൂ മരിച്ച് ആ പൂവിന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടിയാൽ മതിയായിരുന്നു. എടാ, ആരുടെയാണ് പൊക്കിയിരിക്കുന്നത്? അപ്പൊ 8 പൂവും പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഒരാളുടെ കയ്യിൽ ബൊക്കെ കിട്ടാൻ സ്ഥിതിക്ക് ഞാനത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. കാരണം ബൊക്കെ ഒരാളുടെ കയ്യിൽ ഇടുന്നില്ല. ആരുടെയാടാ? യെസ്. അപ്പൊ ആ ചേച്ചിക്ക് 2000 രൂപ ഇപ്പൊ അഖിലേഷ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അഖിലേഷിന് ഒരു സൈഡിൽ നിന്ന് ഒരു വള്ള ഇടി. അതിന്റെ ബാക്കിൽ നിൽക്കുന്ന താത്ത പറയാണ് ആ ചേച്ചിക്കല്ല, അവര് പിടിച്ചു വാങ്ങിച്ച് ഈ ഇരിക്കുന്ന കൊച്ചിന്റെ കയ്യിലാണ് എത്തിയത്. അയ്യോ, അവിടെ അടിയായി. എടാ അഖിലേഷ്, അടി ഉണ്ടാക്കണ്ട, നീയാണ് മക്കളെ പിടിച്ചത്. ഓക്കെ, ഇപ്പൊ 2000 രൂപ പറയേണ്ടി വരും. 1000 വെച്ച് വീതിച്ചു കൊടുക്കാവേ. ഓക്കെ, സെറ്റ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഭരണിക്കാവിൽ വന്നിട്ട്. ഓക്കെ, എന്റെ ടാഗ്ലൈൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിഞ്ഞുകൂടാത്ത ചേച്ചിമാരെ, അമ്മമാരെ, അമ്മൂമ്മമാരെ, അച്ഛന്മാരെ, അപ്പൂപ്പന്മാരെ, മാമന്മാരെ, ഞാൻ ഡെയർ ടു ഡ്രീം എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനിലാണ് വളർന്നു വന്നത്. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക. അപ്പോൾ ഞാൻ ഡെയർ ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രീം എന്ന് പറയണം. ഏറ്റോ ഓക്കെ, അപ്പൊ 1 2 3. ഡെയർ ടു. എന്റെ കാലിൽ വല്ലാത്തൊരു കുടുംബ. എന്തായാലും ഈ സ്റ്റേജ് കിട്ടിയ ആൾക്ക് ഒരു വലിയ നന്ദി പറയണം. കാരണം നട്ടുച്ചയ്ക്ക് പുഴുത്ത വെയിലത്ത് എല്ലാവരെയും കൊണ്ട് നിർത്തിയത് നിങ്ങൾക്ക് ഒരു വലിയ സല്യൂട്ട്. ഓക്കെ, 8 മണി മുതൽ ഇപ്പം നിൽക്കുകയാണ്. അപ്പൊ ഇവന് 2 ഷോട്ടുണ്ട്, കാരണം ടൈം കൂടുതലായതുകൊണ്ട്. അപ്പൊ എന്തായാലും ഭരണിക്കാവിൽ ഇത്രയും വലിയ ഒരു സംരംഭം കണ്ടിട്ട് എന്റെ കണ്ണി പിടിക്കണമല്ലോ, അത്രയും മുതുക്ക് ഷോറുണ്ട്. ചേച്ചി, ഒരുപാട് സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഒരു വലിയ സംരംഭത്തിന്റെ ഉടമകളാണ്. ഇതുപോലെ ഇനി 1000 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ. ചെറുതാണെങ്കിൽ പോലും എനിക്കും ഒരു ചെറിയ സ്റ്റുഡിയോ ഉണ്ട്, കുറച്ച് ആൾക്കാർക്ക് ഞാനും ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഫീല് മനസ്സിലാവും. ഇനിയും ഇതുപോലെ ഷോപ്പ് വലുതായി വരട്ടെ. ഇപ്പോ ഈ കൂടിയിരിക്കുന്ന ആളുടെ ഒരു 100 ഇരട്ടി ഉണ്ടാവട്ടെ അടുത്ത ഇനോഗ്രേഷൻ, അതിന്റെ ഒരു 100 ഇരട്ടി ഉണ്ടാവട്ടെ അതിന്റെ അടുത്ത ഇനോഗ്രേഷന്. എന്നിട്ട് വേണം അതിന് ഞങ്ങളെ തന്നെ വിളിക്കണം കേട്ടോ. എന്തോ മൈ ബോയ്, അവൻ ബംബിൾ ബി ഉടുപ്പിട്ടോണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ചടങ്ങുകളിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ഈ ഇനോഗ്രേഷന് വന്ന് ഇത്രയും സപ്പോർട്ട് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി എന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ബാക്കി നമുക്ക് മിയ പറഞ്ഞാൽ പിന്നെ സംസാരിക്കാം. താങ്ക് യു സോ മച്ച്. അതിപ്പോ പിള്ളേർക്ക് എന്നോട് പറയണം, എന്നാ പറഞ്ഞാലോടാ. ഓക്കെ, എന്നാ അത് വീഡിയോയിൽ തന്നെ എടുക്കും. ബാ, നീ ഇപ്പുറത്ത് വന്നോ. ഓക്കെ, എന്റെ കൂടെ പറയണേ. 1 2 3. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അത് കേട്ടാ മതി എനിക്ക്. ഓക്കെ, ഇനി നീ എടുത്തോളാം. ഏറ്റെടുത്തോ, തിരിച്ചെടുത്തോ. ഇത്രയും പവറോട് കൂടിയ ഇനാഗ്രേഷൻ ഭരണിക്കാവിൽ ഇന്ന് വരെ കണ്ടു കാണത്തില്ല. അത് മേയും അതുപോലെ തന്നെ കാർത്തിക് സൂര്യയോട് വന്ന് അടിച്ചു പിടിച്ചോ. അപ്പൊ ഒരു വട്ടം കൂടെ പറയട്ടെ, നിങ്ങൾ ഒരാളാണ് ഭാഗ്യശാലി. ഇവരോടൊപ്പം ജോയിൻ ചെയ്യാൻ റിബൺ കെട്ടി പോകുന്നപ്പോ ഒരു വട്ടം കൂടെ ഞാൻ 2 പേരും കൂടെ മിയയ്ക്കും കാർത്തിക് സൂര്യയും കൂടെ നമുക്ക് കൊടുക്കാം. ഉഷാറില്ല, ബാക്കി എല്ലാവരും പൈസ മേടിക്കാൻ വന്നവരാണ് അല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവർ കൂടെ കൊടുക്കാം. 1 2 3 start. Make some noise. Thank you so much. അപ്പൊ
നിങ്ങളോടുള്ള ഭാഗ്യശാലി ആ റിബൺ കട്ട് ചെയ്യാൻ പോകുന്ന ഭാഗ്യശാലി ആരാന്നുള്ളത് നോക്കാം. കപ്പിൾസ് ആണ്. ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളൂ. നിങ്ങളെല്ലാം ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ കൂടി വൈറലാകാൻ പോകണം. ഈ ഇനാഗുറേഷന് കൂടി ഒരാൾ വൈറലാകാൻ പോവാണ്. കാർത്തിക് സൂര്യയുടെ മീയുടെ കൂടെ തന്നെ നമ്മുടെ സിറ്റി വെഡിങ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാം കൂടിയിരിക്കുക. മൂന്നാമത്തെ സ്ഥാപനം മാറ്റുന്നത്. അപ്പോൾ കാർത്തികിന് ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് പോയിട്ട് നമുക്ക് വാങ്ങിക്കാൻ ഒരു ആർട്ട് നമ്മൾ പെൻസിൽ ഡ്രോയിങ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട്. മേക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അത് വേദി വെച്ചാൽ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നപ്പോൾ ബാസിനെ കണ്ടിരുന്നു. കൈ കൊടുക്കും. ബാസിനെ കുറെ സമയത്ത് വിളിക്കുന്നുണ്ട്. ബാസ് എവിടെ? ബാസിലൊന്ന് ഫ്രണ്ടിലോട്ടോ ബാസ് പ്ലീസ്. ഇതാണ് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊക്കെയാണ് ഇവിടെ കാണേണ്ടത് ആൾക്കാർ കേട്ടോ. അപ്പോൾ ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ നമുക്ക് എടുക്കാം. എടുക്കാം. മോളെവിടെ? ഭായിഷ ഫ്രണ്ടിലോട്ടിരിക്കണം കേട്ടോ. നല്ല വെറൈറ്റി നെയിം ഭായിഷ. അപ്പോൾ നമുക്ക് ആ ഒരു ലക്കി ഡ്രോയിലേക്ക് തന്നെ പോവാം. ഇനി അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാം. ഒരുമിച്ച് കൗണ്ട് ചെയ്യാം. അപ്പോൾ 3, 2, 1 ഓക്കെ. റിവേഴ്സിൽ ഓക്കെ. റെഡി 1, 2, 3 സ്റ്റാർട്ട്. 3, 2, 1 ലെറ്റ്സ് ഗോ. അപ്പോൾ എടുക്കാം. അപ്പോൾ ആരെങ്കിലും എടുക്കാം. എടുത്തോളൂ. ഭായിഷ തന്നെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാം. ഒരെണ്ണം എടുക്കാം. നമ്മളെ കണ്ണടച്ചിട്ട് എടുത്തോളാം. അപ്പോൾ അടിയിൽ തന്നെ എടുത്തോ. ഓക്കെ. ഇവിടെ തന്നെ വായിച്ചോ. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. ഇതെന്തുവാണ് എഴുതിയേക്കുന്നത്? മാഞ്ഞിരിക്കുന്നു മഷിയെ കുറച്ച്. മലയാളം വായിക്കാൻ അറിയാം എനിക്ക്. ഓക്കെ. ഓക്കെ. അപ്പോ വിന്നർ ആയിരിക്കുന്നത് ദീപകുമാരി. ഇവിടെ സൂര്യനാണ്. ദീപകുമാരി ഇവിടെ ഉണ്ടോ? ദീപകുമാരി ഫോൺ നമ്പർ വേണേ പറയണ്ടേ? ഓക്കെ. ലാസ്റ്റ് ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് 425. ദീപകുമാരി ഇല്ല. ഒന്നുകൂടെ എടുക്കണോ? ഒന്നുകൂടെ എടുക്കും മക്കളെ. ഒരെണ്ണൂടെ എടുക്കും. ലക്കില്ലാത്ത ദീപകുമാരിക്ക് ഭാഗ്യം വന്നില്ല. മിയ വായിക്കും. ഇത് വായിച്ച് മായാത്തത്. ഇത് കള്ളക്കളി. ജോസ് എബ്രഹാം. അല്ല, കുമ്പക്കാട്ട് പറമ്പിൽ പതാരം. ഞാൻ മാത്രമല്ല. ഓക്കെ. ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് 865. ജോസ് എബ്രഹാം ഉണ്ടോ ഇവിടെ? എവിടെ ജോസ് എബ്രഹാമേ? നിങ്ങൾ കാണാനില്ലല്ലോ. ഇല്ല, ജോസ് എബ്രഹാം ഇല്ല. ഒന്നുകൂടെ നോക്കണോ? ഇതിപ്പം ഓക്കെ. നല്ല ഹാൻഡ് റൈറ്റിംഗ്. അഞ്ജു പ്രശാന്ത് എന്നല്ലേ? അഞ്ജു ഭവനം ഏനാത്ത്. അഞ്ജു പ്രജാത്. അഞ്ജു ഇല്ലേ ഇവിടെ? അഞ്ജു ആരാ കൈ നോക്കിയിരിക്കണം? അത് അഞ്ജു ആണ്. അല്ല, ആ ചേട്ടൻ ഫോണിന് റേഞ്ച് പിടിച്ചതാണ്. വേറെ അടുത്ത ആളുടെ വിളി. നമ്മളിവിടെ നിന്ന് ഡിക്ഷണറി എടുത്ത്. ഓക്കെ. ഇത് ഞാൻ വായിക്കാം. നല്ല ഐശ്വര്യമുള്ള വായനായിരിക്കും. പുല്ല് മലയാളം. സാനുഭ ബീഗം, SS നിവാസ്, സിനിമ പറമ്പ്. ഇവിടെ ഉണ്ടോ? എടാ, ബാക്കി നിൽക്കുന്നവരൊക്കെ ഇല്ലെന്ന് പറയണേ. ഇവന്മാരില്ലെന്ന് പറയണല്ല. ഒന്നുകൂടെ നോക്കി. സാനുഭ ബീഗം. സാനുഭ ബീഗമോ ഇല്ല. സുധാകുമാരി. ആതിര ഭവനം തൃക്കുന്നംപുഴ വടക്ക്. സുധാകുമാരി ഉണ്ടോ? എടാ, നറുക്ക് എഴുതിയിട്ടിട്ട് എല്ലാരും മുങ്ങിക്കളഞ്ഞ. എന്താ ചേച്ചി ഇനോഗ്രേഷൻ വിളിക്കണമെന്ന സൈഡിൽ കൂടെ പേപ്പറിൽ എഴുതുന്നത് ഞാൻ കൊടുക്കാം. ഓക്കെ. എന്തോ ആരാണ് വിളിച്ചു? ഓക്കെ. ഇത് ആതിര ചന്ദ്രാലയം ഉണ്ടോ ഇവിടെ? നീ ചുമ്മാ ഇല്ലെന്ന് വിളിക്കലടാ. എവനെ നോട്ട് ചെയ്ത് വെച്ചോ. എവന്റെ പേര് പറഞ്ഞവരെ വിളിപ്പിക്കും. വെയില് പറഞ്ഞത്. ആതിര ചന്ദ്രാലയം. ആതിരേ ഇല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ
നീ നമ്മൾ എടുത്തെടുത്ത് പരുവാവും കേട്ടാ. വെയില് കുറവുണ്ടായാലും. ഉണ്ണി ദ്വാരക, ഓ ദ്വാരക എന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും നേരം അവന്മാര് കൺഫെറ്റ് എടുത്ത് തീർത്തൊരു ഉണ്ണിച്ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഏറെ മാത്രം. ചേട്ടാ ഉണ്ണിച്ചേട്ടാ ഫോൺ നമ്പർ പറഞ്ഞേ, ലാസ്റ്റ് 3 അക്ഷരം. 004 ആണോ? കേറി വാ. നീയുടെ ഐശ്വര്യം 40 എടുത്ത ഒരെണ്ണം കിട്ടി. സുഹൃത്തുക്കളെ ഉണ്ണിച്ചേട്ടൻ, അപ്പൊ ഉണ്ണിച്ചേട്ടാ കൺഗ്രാജുലേഷൻസ്. ചേട്ടൻ ഒറ്റയ്ക്കുള്ള ഫാമിലി ഉണ്ടോ? അപ്പോ ഫാമിലി കൂടെ വേണ്ടി ചേട്ടൻ ഇന്ന് ഇനോഗ്രേഷൻ നടത്തണം. ഞാൻ എന്താണ് വെഡ്ഡിംഗ് സെന്ററിന് വേണ്ടി എൻ്റെ കുടുംബത്തിന്റെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. അടിപൊളി, നമ്മുടെ കാട്ടി നല്ല സ്പീച്ച് ആയിരുന്നു. അപ്പൊ ഇനി മുതൽ ചേട്ടൻ ഇവിടുത്തെ ടാക്സി ഡ്രൈവർ ആണല്ലേ ഭരണിക്കാവിലെ? 20 വർഷമായിട്ട് ടാക്സി ഓടിക്കുന്നതാണ്. അപ്പൊ ഇനി മുതൽ ആരെങ്കിലും ചേട്ടൻ ടാക്സി കയറിയിട്ട് ഒരു ടെക്സ്റ്റൈൽസ് പോണെന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടു? ഭരണിക്കാവിൽ സിറ്റി വെഡ്ഡിംഗ് സെന്റർ. ഓക്കെ, അല്ല അത് ഇപ്പൊ ഇങ്ങോട്ട് തരണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. പോയിട്ട് വരുമ്പോഴത്തേക്ക് ക്രൗഡ് ഇതായിപ്പോ ഡൈല്യൂട്ട് ആയിപ്പോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 10,000-ന്റെ തേർഡ് പ്രൈസ് നമുക്ക് എടുത്തിട്ട് റിബൺ കട്ടിങ്ങിലേക്ക് പോവാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ സക്കീറിക ഈ ഒരു ബാക്ക് ടു സ്റ്റേജിലേക്ക് ഉണ്ടോ? തിരിച്ചു രണ്ടുപേരും ഒന്ന് വരാം, അല്ലെങ്കിൽ ഒരു ഹായ് പറഞ്ഞിട്ട് പോകാം, അതല്ലേ? അപ്പൊ ഇപ്പഴല്ല പിന്നെ. അപ്പൊ നമുക്കിനി ആ ഒരു 10,000-ന്റെ തേർഡ് പ്രൈസിലേക്ക് തന്നെ പറഞ്ഞ് നമുക്ക് ഡിസൈഡ് ആരാ എടുക്കുന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ 10,000 രൂപ കിട്ടാൻ പോകുന്ന ലക്കി ആരാണുള്ളത്, ആ ഭാഗ്യശാലി ആരാന്നുള്ളത് നമുക്ക് നോക്കാം. അത് അപ്പൊ നമുക്ക് എടുക്കാം. 10,000 രൂപയാണ് മൂന്നാം സമ്മാനം. 10,000 രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. റെഡിയാണോ? പ്ലീസ് അത് അങ്ങോട്ട് ആരും ഇങ്ങോട്ട് തെള്ളത്. താഴെ ആള് നിൽക്കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ചട്ടിയും നിങ്ങളുമായിട്ട് താഴത്തേക്ക് വീഴും. അപ്പം നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കാണ്. മീ തന്നെ എടുത്തോ. ആണോ? അല്ല, അപ്പൊ മിനി എടുക്കാം നമുക്ക്. അപ്പൊ എടുത്തിട്ട് കാർത്തിക് വായിക്കട്ടെ. അതായിട്ടില്ലെങ്കിൽ മീയുടെ ഐശ്വര്യം ഉണ്ടല്ലോ. അപ്പൊ കാർത്തിക് എന്തായാലും എടുക്കേണ്ടി വരും. മീ എടുക്കാം. എടുക്കാം. അപ്പൊ എടുക്കാം. ഇത് ആദ്യം തന്നെ ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്പിളി മോനെ, അമ്പിളി മോനെ, അമ്പിളി മോയില്ല, അമ്പിളി മോൻ, അമ്പിളി മോയില്ല. യുവന്മാരില്ലാന്ന് വിളിക്കാൻ മാത്രം വണ്ടി പിടിച്ചു വന്നാണ്. അഖിൽ രാജ് എന്താണ്? അഖിൽ രാജ് ഉണ്ടോ? സന്നിധാനോ? ഇതിന് രത്നഭവനം ഇല്ല. പിടിച്ചോ. ഞാൻ ഇന്ന് പറയാന്നെടുത്ത് വിളിക്കുന്നു. നോക്കിക്കോ. സ്കൂളിൽ അറ്റൻഡൻസ് വിളിക്കണ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീ സ്കൂളിൽ പോകാറില്ലേടാ? ശിവൻകുട്ടി PN ശാന്തി നിവാസ്. ശിവൻകുട്ടി ഇല്ല. ശ്രീകുട്ടി 10,000 രൂപയാണ് വിളിക്കുന്നൊക്കെ. ശ്രീകുട്ടി ഉണ്ടോ? ശ്രീകുട്ടി. അതിനു മുമ്പ് നിങ്ങൾ ആരും ഇല്ലാന്ന് പറയരുത്. നമ്മൾ 1-2 അനൗൺസ് ചെയ്യട്ടെ. ആളുണ്ടെങ്കിൽ വരണ്ട വേദിയിലേക്ക്. അപ്പോൾ ഫ്രണ്ട് നിൽക്കുന്ന നിങ്ങളെല്ലാം ഗുണ്ടകളെല്ലാം കുറെ സമാധാനമായിട്ടിരിക്കും. പ്ലീസ് നമുക്ക് അടുത്തേക്ക് പോകാം. അവന്റെ പേര് വരെ വിളിക്കാനുള്ള പ്ലാനിലായിരുന്നു. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും. പ്രിയ ഓ, ഇതെല്ലാം വെച്ചിട്ട് പോകുന്നു. ഇല്ല. ഓ, പ്രിയ ഇല്ല. നമ്പറോ? ലാസ്റ്റ് 324. പ്രിയ അകത്തൊരു പ്രിയ ഉണ്ടോ? 324 നമ്പർ ലാസ്റ്റ് ഇല്ല. അത് നിനക്കൊക്കെ അകത്തൊരു പ്രിയ ഉണ്ടെന്ന്. അത് നല്ലൊരു ചോദ്യമാണ്. അപ്പൊ അടുത്തേക്ക് പോവാം. ഞാൻ മുണ്ടെടുത്തിട്ടുണ്ടല്ലേ, ഇതിനകത്ത് ഓവനിൽ വെച്ചാണ് അടി കൂടെ വെള്ളച്ചാട്ടം ഒഴിവാണ്. പ്രിയ അപ്പൊ അത് ചുരുട്ടി കൂട്ടിയടാ. പ്രിയ എടുക്കട്ടെ. ഇതാണോ പ്രിയ? അതല്ല പ്രിയ, ഇതാണ് പ്രിയ. ചോറുണ്ടാ. ഓക്കെ, അപ്പോ പ്രിയ പ്രിയ
പ്രിയ ഉണ്ടല്ലോ അല്ലേ? അല്ല പ്രിയ തന്നെ ആണോന്ന് ചോദിച്ചേ. അവിടെ പ്രിയ വിളിച്ചോ. ഓക്കെ, പ്രിയ വരട്ടെ. അപ്പൊ അടുത്തതും കൂടെ ചൂസ് ചെയ്യാം. അടുത്ത ഓർമ്മ എടുത്ത ലാസ്റ്റ് നമുക്ക് വന്നിട്ട് ആ അതെ 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 അതെ. നീ വാങ്ങിക്കോളാം. ആണോ? ഓക്കെ. എന്റെ വൈഫാണോ എന്റെ? അല്ല ഞാൻ ചോദിച്ചതാണ്, കറക്റ്റായിട്ട് പറയുന്നത്. അവസാനത്തെ 5 നമ്പർ കാണാപ്പാടോ. അപ്പൊ നമുക്ക് പ്രിയെ നമുക്ക് സ്വാഗതം ചെയ്ത് നിറഞ്ഞ കൈയുടെ കൊടുക്കാം. പ്രിയ ഒന്ന് അവരെ കൊണ്ടു വരുന്നുണ്ടോ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാരും വിളി പ്രിയാന്ന് വിളി. പ്രിയ ഒരിക്കൽ കൂടെ വിളിച്ചോ. ഓ പ്രിയ, ഓ പ്രിയ. എടാ നിനക്കൊരു സമ്മാനം ലാസ്റ്റ് കാർത്തിക 15,000 15 രൂപ 15,000 രൂപ 15,000 രൂപയുടെ നറുക്കെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ വെയില് പിന്നെയും വന്നു. ആ വിദൂരതയിൽ നിന്ന് മന്ദം നടന്നു വരുന്നതാണ് സുഹൃത്തുക്കളെ. പ്രിയ, കമോൺ പ്രിയ. ഈ ഗിരിച്ചേട്ടന്റെ ടീമിലെ ആള് തന്നെയായിരുന്നു പ്രിയ അല്ലേ? രാമചന്ദ്രൻ പിള്ള. രാമചന്ദ്രൻ പിള്ള ഉണ്ടോ? സുധീഷ് ഭവനം, മനക്കര, ശാസ്താംകോട്ട. ഉണ്ടോ? അറിയത്തില്ല. അവൻ എന്തായാലും ഇല്ല പറഞ്ഞില്ല. ഒന്നുകൂടെ പേര് പറയാം, രാമചന്ദ്രൻ പിള്ള. ഒരുമിച്ച് കൊടുക്കട്ടെ. അല്ല ഇതിപ്പോ രണ്ടും കൂടെ ചേർന്നിട്ട് കൊടുക്കാം. എവിടെ പ്രിയ? എവിടെ പ്രിയ? അവിടെ നിന്നോട്ടെ, വെയിറ്റ് ചെയ്യൂ പ്രിയ. അതെ, പ്രിയ കൊടുക്കുക. അപ്പൊ പ്രിയക്ക് കൊടുക്കൂ. ഇത് കാർത്തികൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ GK ഗ്രൂപ്പിന്റെ സെയിം ആൾക്ക് 30,000 രൂപ ലക്കി രൂപ കിട്ടി. അപ്പൊ ഗിരിശേട്ട ഗ്രൂപ്പാണ്. അപ്പൊ ഇവരെന്തോ പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ എല്ലാ പ്രാർത്ഥന ഗംഭീരമായിട്ട് പ്രാർത്ഥന ഉണ്ട്. എല്ലാവരുടെ പേര് 4 വട്ടം എഴുതി. ഇനി സാലറി ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സിറ്റി വെഡിങ്സിന്റെ ആദ്യത്തെ ഭാഗ്യശാലിയാണ്. അപ്പൊ രണ്ടാമത്തിലേക്ക് പോകാം പ്ലീസ്. ഓക്കെ. ഓ വെയിൽ എടുക്കണേ. ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്യാമോ? മൈക്ക് പിടിച്ചു തരുമോ? ഒരു ചെറിയ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്യാമോ പ്ലീസ്? കൺസോൾ. സെലീന തോമസ് അല്ലല്ലോ. സെലീന മരിവിള ചരിവിള തെക്കതിൽ. അത് കാർത്തികിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ചൈന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ആ സ്ലാങ് നമുക്ക് അറിയില്ല. ഉണ്ടോ? സലീന ചെരുവിള തെക്കതിൽ ഇഞ്ചക്കാട്. സലീന ഉണ്ടോ? സലീന പോയി. ഇവന്മാര് പറയുന്നില്ല. സലീന ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കും. ആരാ സലീന ഉണ്ടോ? ഇല്ല. ഓക്കെ. ഐഷ ബീവി കാഞ്ഞിരവിള. ഐഷ ബീവി ഇല്ല. കാഞ്ഞിരവിള ഇല്ല. അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാം. സഹകരിക്കാം. ഒന്നും കൂടെ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത നമുക്ക് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കി ആകാശ് ബാബു ഉണ്ട്. അപ്പൊ ഇല്ല. അപ്പൊ നമുക്ക് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ചെയ്ത് നമുക്ക് സെക്കൻഡും ഫസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അവസാനം ഇനാഗ്രേഷൻ സെറമണിയിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗസ്റ്റ് നമ്മുടെ മിയയും കാർത്തികയും ഒപ്പം തന്നെ നമ്മോടൊപ്പം നമ്മൾ ഇന്ന് ലക്കി ഡ്രോയിലൂടെ വന്ന ചേട്ടനും കൂടെ ഉണ്ട്. എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്റെ മൊത്തം നിങ്ങളെ ഉണ്ടായിരുന്നു. ഇതാണ് കേസ് നമ്മുടെ താജ്മഹൽ ബ്രോ. കുറച്ച് ബാക്കിലോട്ട് പോട്ടെ. നിങ്ങൾ കുറച്ച് ബാക്കിലോട്ട് പോയി കുറച്ച് ബാക്കിലോട്ട് നീങ്ങുന്നേ.
ഇവിടെ നോക്കി സർ എക്സ്ക്യൂസ് മീ ഈ ഒറ്റ ക്യാമറ ഇവിടെ നോക്കിയേ ഈ ക്യാമറ ഈ ഒറ്റ ക്യാമറ അമ്മ ഇവിടെ നോക്കി അമ്മ अरे നിങ്ങൾക്ക് നീങ്ങി അവിടെ ഇരിക്കാവോ പ്ലീസ് സഹേൽ ചെല്ലാനോ ഇവിടെയുള്ള സ്റ്റാഫുകൾ ബാക്കിയുള്ളവരാ അങ്ങോട്ട് കൊടുക്കാം എല്ലാം കൂടി കൂടി എല്ലാം നോക്കിയത് കണ്ടു ഓക്കെ അല്ലേ ഇതിലേക്ക് ഇറക്കാം ആ സെറ്റ് കൊണ്ട് നോക്ക് അടുത്ത ഇഷ്യൂ വരിക ഇതങ്ങ് എടുത്തോളൂ ആരാ പിന്നു ഓക്കെ അല്ലേ ഇത് എത്ര ദിവസം എടുത്ത്? 2 ദിവസം. പിടിച്ചോ നീ പിടിച്ചോ നീ തരണം അറിയണ്ടേ ഓക്കെ ഓ അടിപൊളി പെയിന്റിംഗ് കേട്ടോ നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നമ്മുടെ പേരെന്താ സാന്ദ്ര ഓക്കെ താങ്ക് യു സോ മച്ച് സാന്ദ്രയ്ക്ക് ഈ പ്രൊഫഷണൽ ആയിട്ട് വരയ്ക്കുന്നതാണോ പേജൊക്കെ ഉണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞു കൊടുത്തു ആൾക്കാർ ഫോളോ passionatepencil.in passionatepencil.in എന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെക്കൗട്ട് ചെയ്യുക
എന്നിട്ട് സാൻഡ്രയ്ക്ക് ഇത്രയും നല്ല വരപ്പിന് അഭിനന്ദനങ്ങൾ, കൺഗ്രാറ്റുലേഷൻസ് കൊടുക്കുക. ഓക്കെ, അഭിനന്ദനങ്ങൾ. അപ്പോൾ തീർച്ചയായും വളരെ സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ഇത്രയും കൊണ്ടുവന്നിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ സന്തോഷ് സാർ ഉണ്ട്, ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സന്തോഷ് സാർ ഉണ്ട്. ഇത് ഈ ഒരു മൊമെന്റസ് നൽകാനായിട്ട് BF കാർത്തികിനെ ഒപ്പം നമ്മുടെ പ്രിയമായിട്ടുള്ള മുഹമ്മദ് സാർ മൂന്നുകൂടെ ചേർന്ന് കൊടുക്കാം. കാർത്തിക് മൂന്നുകൂടെ ചേർന്ന് സാർ, മുഹമ്മദ് സാർ സാറോട് ജോയിൻ ചെയ്യാം. മൂന്നുകൂടെ ചേർന്നിട്ട് നമ്മുടെ ഒരു സ്നേഹോപകാരം കൊടുക്കുകയാണ്. ഒരു കൈയടി ആയിക്കോട്ടെ. ഇത്ര ഇന്റീരിയേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റീരിയേഴ്സ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കിനി നമ്മുടെ എടുത്തോ രാജലക്ഷ്മി വാഴത്തെക്കതിൽ ആയിക്കുന്നം. ഉണ്ടോ രാജലക്ഷ്മി ഉണ്ടോ? രാജലക്ഷ്മി ഇല്ല. ഇത് നിങ്ങൾ നേരത്തെ പിക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വിന്നേഴ്സിന് പ്രൈസ് കൊടുത്തത് എളുപ്പമുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടോ? ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് പറഞ്ഞേ. 47 വരൂ. അവിടെ അയ്യോ അപ്പുറത്തോടെ കയറുക. ഭാഗ്യം തുളച്ചു ഷാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത നമുക്ക് ഇത് സെക്കൻഡ് 15,000 രൂപ സെക്കൻഡ് പ്രൈസ് ആണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി 25,000 ഫസ്റ്റ് പ്രൈസ് 25,000 രൂപ. ഇനി ആർക്കാണെന്ന് തീരുമാനിക്കാം. പെട്ടെന്ന് വെയിൽ പറഞ്ഞു എടുത്തു. ഇതോ. അപ്പൊ ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇതിനകത്ത് ആളില്ലെങ്കിൽ നമുക്ക് മൊമെന്റോസ് കൊടുത്തിട്ട് നമുക്ക് 25,000ലേക്ക് പോവാം. ബാലചന്ദ്രൻ പിള്ള, മകയിരം മനക്കര. ബാലേന്ദ്രൻ പിള്ള ഉണ്ടോ? ബാലേന്ദ്രൻ പിള്ള ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്കിനി ഒരു കാര്യമുണ്ട്. മൊമെന്റോസ് ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്റെ പേര് ബാലേന്ദ്രൻ പിള്ള എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. ഒരുത്ത ഇങ്ങനെ കൈ കാണിക്കണം. അപ്പൊ നമുക്കിനി കുറച്ച് മൊമെന്റോസ് കൊടുക്കാണ്ട് നമ്മളോട് സഹകരിച്ചിട്ടുള്ള. അതിനുശേഷം നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോവാം. കാർത്തിക്, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഈ മൊമെന്റോസ് കൊടുത്തിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് നിൽക്കാം. എല്ലാവരും ഇവിടെ നിൽക്കുന്ന BM കാർത്തിക് ഒഴിച്ച് ബാക്കി എല്ലാവരും ബാക്കിലോട്ട് നിൽക്കും. പ്ലീസ് അങ്ങനെ ഒന്ന് ബാക്കിലോട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് ആക്കി തരുമോ പ്ലീസ്? എല്ലാവരും ഒരു കുട്ടി കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കാം പ്ലീസ്. അപ്പൊ ഇവനെ വിളിച്ചോ. അപ്പൊ നമുക്ക് ഇതിന് ശേഷം നമുക്കൊരു ചെറിയ പെർഫോമൻസ് ഉണ്ട്. ആ പെർഫോമൻസ് വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടേ? എവിടെ മൂന്നുപേരെ എവിടെ? ഒരാളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? വാ കയറി. അത് ഉറപ്പാക്കി തരും. നന്നായിട്ട് പോകട്ടെ. അപ്പൊ അതിന് മുമ്പായിട്ട് അപ്പം 25,000 ഗിഫ്റ്റ് പറയുന്നതിന് മുമ്പ് ഇവിടെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഇന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് അത് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിക്കോട്ടെ ഇന്നത്തെ ഒരു വെഡിങ് വിഷ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ചേർന്നിട്ടൊന്ന് വിഷ് ചെയ്യാം. ഇദ്ദേഹമാണ് നമുക്ക് ഇവിടെ എത്തിക്കാൻ നമുക്കിന്ന് ഇവിടെ നിന്നത്. അപ്പൊ എല്ലാവരും ചേർന്ന് കാർത്തിക് ഒന്ന് പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി പറഞ്ഞു. ഒരിക്കൽ കൂടി പോട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതിന് വേണ്ടിയാണ്. അപ്പൊ ഇനി നമുക്ക് 25,000 പ്ലീസ് നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ആക്കണം. കാര്യം ഇത്രയും നേരം പെരുവയിലത്ത് എല്ലാവരും നിൽക്കുകയാണ്, ഇതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ ഗിഫ്റ്റ് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല നിറഞ്ഞ കൈയ്യടി കൊടുക്കാം കേട്ടോ. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഇതിന്റെ ഓണർ കൂടിയായിട്ടുള്ള അബുദാബി മാളിന്റെ ഓണർ കൂടിയുള്ള ആഷിം സാറിന്റെ കുടുംബമാണ്. ഇതിപ്പോ ഏറ്റവും നല്ലൊരു കൈയ്യടി ആയിക്കോട്ടെ പ്ലീസ്. ഇവിടെ കൈയടിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ തരണം. നന്നായിട്ട് പോകട്ടോ. നെക്സ്റ്റ് ഓൺ കെ എം റഹീം അബുദാബി മാൾ. അദ്ദേഹത്തിനോട് ക്ഷണിക്കുകയാണ് പ്ലീസ് വാങ്ങാനായിട്ട്. റഹീം സാറിനോട് ക്ഷണിക്കുന്നു. അപ്പൊ നമുക്കിതിന്റെ എക്സലന്റ് ഇന്റീരിയർ, നമുക്ക് ഇന്റീരിയറൊക്കെ ആയിട്ടുള്ള ആർക്കിടെക്ട് കൂടിയായിട്ടുള്ള സന്തോഷ് അത് ഓൾറെഡി കൊടുത്തതാണ്. പിന്നെ അടുത്ത ഇന്റീരിയർ വർക്ക് ആയിട്ടുള്ള ഗുലാബ് സിംഗ് രാജസ്ഥാൻ, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഗുലാബ് സിംഗ് രാജസ്ഥാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഇന്റീരിയർ വർക്ക് തീർച്ചയായിട്ടും അതൊന്ന് ഷേക്കറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാം.
ഒരു സ്റ്റിൽ എടുത്ത് കൊടുക്കാം പ്ലീസ്. ഗിഫ്റ്റ് ചെയ്തു 5 പേർക്ക്, സെലക്ട് ചെയ്ത് 5 പേർക്ക്. അത് ഉത്സാഹമായിട്ട് നിങ്ങൾ വേണം വെക്കണം. ഞാൻ എത്രമാത്രം പവറായിട്ട് പറയാം അത്രയും അതിനേക്കാളും പവറിൽ നിങ്ങൾ വെക്കണം കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യങ്ങളിൽ കാർത്തി സൂര്യത്തെ നമുക്ക് തോൽപ്പിക്കാം. അതിനേക്കാളും നല്ലതായിട്ട് പറയാം. ഒരു സമ്മാനം കൊടുക്കാം. ഒരു 1 2 3 മാക്സ് ആൻഡ് നോയ്സ് പറയുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ നാട്ടിൽ ലൗഡായിട്ട് ഒരു 5 പേർക്ക് സമ്മാനം ഇവർ 2 പേരെ കൊടുത്തരാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. മേക്ക് സം നോയ്സ്. ഒന്നുകൂടെ. റെഡി? 1 3 2 1 make some noise. Make some noise. Make some noise. Thank you so much everyone. Thank you. അപ്പോൾ അനസക രണ്ടുപേർക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ നീ സമ്മാനം എങ്ങനെ കൊടുക്കും? നീ ആരെ കൊടുക്കും? 5 പേർക്കുള്ളല്ലേ നമുക്ക് കൊടുക്കാം ബ്രോ. എന്നെ കൊലപ്പിച്ചിട്ട് പോലെ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒരു മൊമെന്റ് കൂടെ കൊടുക്കാം. അനസകക്ക് ഒരു മൊമെന്റ് കൂടെ കൊടുക്കാം. സെലക്ട് ചെയ്യാം. 3 പേര് ബ്രോ സെലക്ട് ചെയ്യണം. അപ്പോൾ സമ്മാനം ഏറ്റവും കൈയടിച്ച കമാൻ. സോഫ്റ്റ്വെയർ സെക്ഷനിലെ കഴിഞ്ഞിട്ടല്ല 25,000 രൂപ നിൽക്കുന്നേ ഉള്ളൂ. അത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് ആയിക്കോട്ടെ. നല്ലൊരു കൈ വയ്ക്കണം. അപ്പോൾ നമ്മുടെ സമ്മാനങ്ങൾ കിട്ടി. ഇനി 25,000 കൊടുക്കാം നമുക്ക്. അവർക്ക് മിയ അദ്വിത. അദ്വിത ഉണ്ടോ ഇവിടെ? ഓക്കെ, അദ്വിത ഇല്ല. അഭ്യതയില്ല. 27,000 രൂപയ്ക്കാണ്. അപ്പൊ പേരുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ കേട്ടോ. സന്ധ്യ. സന്ധ്യ. മനോജ് ഭവനം. സന്ധ്യ ഉണ്ടോ ബ്രോ? ഞാനിത് ഇങ്ങനെ ആക്കോ, ഈ പരിവാക്കുവോ? ഓക്കെ ഓക്കെ, സന്ധ്യ ഇല്ല. സന്ധ്യ ഇല്ല. ഇനി അടുത്ത ആള് വേണ്ട. പ്രാർത്ഥിച്ചോളൂ, എല്ലാവരും പ്രാർത്ഥിച്ചോ കേട്ടോ. വേണ്ടേ ചേച്ചിക്ക്? വേണ്ടേ? വേണോ? സ്നേഹ. യെസ്. സ്നേഹ. സ്നേഹ ഉണ്ടോ? സ്നേഹമുള്ള സ്നേഹ ഇല്ല. സ്നേഹ ഇല്ല. ശാസ്താംകോട്ടയുള്ള സ്നേഹ ഉണ്ടോ? സ്നേഹ ഇല്ല. സ്നേഹ ഇല്ല. പർദ്ദയിലേക്ക് പോവാം. 25,000 ആരുടെ തലയിലാണോ എഴുതിയിരിക്കുന്ന ആ ചിട്ടത്തുനിന്ന് വരെ ഇത് പൊക്കോണ്ടിരിക്കും. അരുൺ ഉണ്ടോ ഇവിടെ? അരുൺ ലാസ്റ്റ് ദേശീയമായി. അരുൺ. അരുൺ അരുണും ഇല്ല. പിന്നെ അടുത്തേക്ക് പോവാം. ഏത് അരുണാണെന്നാ? അരുണിന്റെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ് 393 ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്തേക്ക് പോവാം. ഇല്ല. അപ്പൊ ആ അരുൺ ഞാൻ. അപ്പൊ അതിനുമായിട്ട് നമ്മുടെ ഗിരിശേട്ടാ ഈ സ്റ്റേജ് കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ നമുക്കൊരു പെർഫോമൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ക്ലിയർ ചെയ്ത് തരാം. സാഫിർ. സാഫിർ ഉണ്ടോ? സാബു നിവാസ്. സാഫിർ ഇല്ല. സാഫിറും ഇല്ല. സാഫിറും ഇല്ല. സാഫിറും ഇല്ല. അല്ല ബ്രോ, ഓമനക്കുട്ടൻ കേട്ടോ? ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ ഇല്ല. ഇതെന്തു വേണ്ട? ഇത് കുറെ ആയല്ലോ. ഓക്കെ. ഹനീഫ്. ഷൂലാൻ. ഹനീഫ് ഷൂലാൻ. യെസ്. 27,000 രൂപ അപ്പുറത്തൂടെ. ഹനീഫിയുടെ മുഖത്തെ ചിരി അപ്പൊ അത് അദ്ദേഹം വരുന്ന ഇടയ്ക്കായിട്ട് നമുക്ക് 2 പേരും കൂടെ ചേർന്നിട്ട് ഈ ഒരു മൊമെന്റ് കൂടെ കൊടുക്കാം. ശ്രീലത ചേച്ചിയാണ് ഇവിടുത്തെ. ഓക്കെ. ഒരു കേട്ടോ. വായിക്കാപ്പാ. ഫോൺ നമ്പർ കറക്റ്റ് ആണോ നോക്ക്. അദ്ദേഹത്തിന് ഒന്ന് കടത്തി വിടുമോ പ്ലീസ്? അടിച്ചു. മക്കളെ അടിച്ചിരിക്കുകയാണ്. ഹനീഫിക്ക ഷൂലാൻ. ഷൂലാൻ കയ്യടി ഓർഡറായിരുന്നു കൂടെ. അപ്പൊ ശ്രീലത ചേച്ചിക്കുള്ള മൊമെന്റ് കൂടെ കൊടുക്കാം. അദ്ദേഹത്തിന്റെ സീനിയർ ആയിട്ടുള്ള 25,000 rupees. Where is the money? സീക്രട്ട് എന്താ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അടിക്കല് പറയൂല്ലോ. അപ്പൊ നമുക്ക് ക്യാഷ് കൊടുക്കാം. മൊമെന്റ്. അപ്പൊ ശ്രീലത ചേച്ചിയെ കുറിച്ച് പറയാനാണെങ്കിൽ കാർത്തിക് അപ്പൊ ഒരു നിറഞ്ഞ കൈയടിയാവാം. നിങ്ങൾക്കുള്ള 5 പേർക്കുള്ള സമ്മാനം എടുത്ത് അതിന്റെ പോലും നല്ല കൈയടിയാക്കട്ടെ. താങ്ക് യു സോ മച്ച് everybody.
ശ്രീ വെഡീസിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും വർഷങ്ങൾ തോറും പല പല ബ്രാഞ്ചസ് പല പല ജില്ലകളിലായിട്ട് ഉണ്ടാകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കിട്ടാത്തവരാരും നിരാശപ്പെടേണ്ട. നമുക്ക് 3 പേർക്കേ കൊടുക്കാൻ ആവശ്യമുള്ളൂ. പക്ഷെ എന്റെ കയ്യിൽ 8 ഗിഫ്റ്റ് ഉണ്ട്. അത് 5 എണ്ണം ഇവർ 2 തീരുമാനിക്കും, 3 എണ്ണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. അപ്പോൾ നമുക്ക് ആ പെർഫോമൻസിലേക്ക് പോകാം. നമുക്കൊരു ചെറിയൊരു പെർഫോമൻസ് കൂടെ കാഴ്ചവെച്ച് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ നമുക്ക് അവിടെ ഇവിടെ തരാം കേട്ടോ. അപ്പൊ ആ പയ്യനെ ഇവിടെ നിങ്ങൾ और जगह मारना